സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള SSCRT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്ക്. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്ക് റിപ്പോ നിരക്ക്. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നൽകുന്ന പലിശ നിരക്ക്. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നൽകുന്ന പലിശ നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്ന സൂചിക ഉപഭോക്തൃ വില സൂചികയാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്ന സൂചികയാണ് ഉപഭോക്തൃ വില സൂചിക, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇന്ത്യയിൽ അടുത്ത കാലത്തായി ഡിമോണിറ്റൈസേഷൻ നടപ്പാക്കിയ തീയതി. ഇന്ത്യയിൽ അടുത്ത കാലത്തായിട്ട് ഡിമോണിറ്റൈസേഷൻ നടപ്പാക്കിയത് 2016 നവംബർ 8-നാണ്. 2016 നവംബർ 8. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1-നാണ്. 1935 ഏപ്രിൽ 1-നാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. കൊൽക്കത്തയിലാണ് സ്ഥാപിതമായത്. 1937 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയിലേക്ക് മാറ്റി. നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ്. 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടത്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1935 ഏപ്രിൽ 1-ന് കൊൽക്കത്തയിൽ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയിലേക്ക് മാറ്റിയത് 1937. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ മുംബൈയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1949. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്ന ചിഹ്നം. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്ന ചിഹ്നം അക്മാർക്കാണ്. അക്മാർക്ക്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് എന്ന്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് 2020 ജൂലൈ 20-നാണ്. 2020 ജൂലൈ 20. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിൽ 2017 ജൂലൈ 1-ന് GST നിലവിൽ വന്നത്? ഇന്ത്യയിൽ GST നിലവിൽ വന്നതെന്നാണ് 2017 ജൂലൈ 1-നാണ്. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് GST നിലവിൽ വന്നത്? 101-ാമത്തെ ഭേദഗതി പ്രകാരമാണ്. 101-ാം ഭേദഗതി. എത്ര രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികളാണ് GST രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും നടത്തേണ്ടത്? എത്ര രൂപയിൽ കൂടുതൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികളാണ് GST രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും നടത്തേണ്ടത്? 20 ലക്ഷം രൂപയിൽ കൂടുതൽ വിറ്റുവരവുള്ള വ്യാപാരികളാണ്. 20 ലക്ഷം രൂപയിൽ കൂടുതൽ. ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് നിദ്രാരോഗം. ഈ രോഗം പരത്തുന്നത് ഒരു തരം ഈച്ചയാണ്. സെസെ എന്ന ഈച്ച. ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് നിദ്രാരോഗം. നിദ്രാരോഗം പരത്തുന്നത് സെസെ എന്ന ഈച്ചയാണ്. ഇരു അർദ്ധഗോളങ്ങളിലുമായി 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല പുൽമേടുകൾ അറിയപ്പെടുന്നത്. ഇരു അർദ്ധഗോളങ്ങളിലുമായിട്ട് 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല പുൽമേടുകളാണ് സാവന്ന. താഴ്ന്ന വിധാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങൾ അറിയപ്പെടുന്നത്. താഴ്ന്ന വിധാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചെരുവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഫോൻ. കാറ്റിന്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണം വിൻഡ് വെയിൻ.
കാറ്റിന്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? വിൻഡ് വെയിൻ. ഭൗമോപരിതല ശരാശരി മർദ്ദം എത്ര? ഭൗമോപരിതല ശരാശരി മർദ്ദം 1013.2 മില്ലി ബാർ അല്ലെങ്കിൽ 1013.2 ഹെക്ടോ പാസ്കൽ. മില്ലി ബാറിലും പറയാം, ഹെക്ടോ പാസ്കലിലും പറയാം. അപ്പോൾ ഭൗമോപരിതല ശരാശരി മർദ്ദം 1013.2 മില്ലി ബാർ അല്ലെങ്കിൽ 1013.2 ഹെക്ടോ പാസ്കൽ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ IMD ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ്. ന്യൂഡൽഹി. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് മാഡം ബിക്കാജി കാമയാണ്. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗർഡിലാണ് മാഡം ബിക്കാജി കാമ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത്. മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി. വർഷം പ്രത്യേകം നോട്ട് ചെയ്യുക, 1937. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവയാണ്. DK കാർവ മഹാരാഷ്ട്രയിൽ 1916 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. DK കാർവ മഹാരാഷ്ട്രയിൽ 1916. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വാക്താക്കളാണ്. ആരുടെ വാക്കുകളാണ്? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വാക്താക്കളാണ് എന്നത് വീരേശലിംഗത്തിന്റെ വാക്കുകളാണ്. വീരേശലിംഗം. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുവാൻ അവർക്ക് കഴിയും. ആരുടെ വാക്കുകളാണ്? പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുവാൻ കഴിയുമെന്നത് കേശബ് ചന്ദ്രസെന്നിന്റെ വാക്കുകളാണ്. കേശബ് ചന്ദ്രസെൻ. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകളാണ്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്നത് രാജാറാം മോഹൻ റോയുടെ വാക്കുകളാണ്. രാജാറാം മോഹൻ റോയ്. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ആര്? നേഷൻ ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. വോയിസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ. വോയിസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ദാദാഭായ് നവറോജി. വോയിസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ദാദാഭായ് നവറോജി. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആര്? സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിബ ഫുലെയാണ്. ജ്യോതിബ ഫുലെയാണ് സത്യശോധക് സമാജം സ്ഥാപിച്ചത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായൊരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഇങ്ങനെ പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ്. മെക്കാളെ പ്രഭു. എങ്ങനെയാണ്? രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ പറഞ്ഞത് മെക്കാളെ പ്രഭു. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കനാണ്. ജോനാഥൻ ഡങ്കൻ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം. കുളച്ചൽ യുദ്ധം 1741 1741 കുളച്ചൽ യുദ്ധം നടന്നത്. അടുത്ത ചോദ്യം,
വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലാണ് വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന ജില്ല. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല. കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലാണ് കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏത്? ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 14. അനുച്ഛേദം 14. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആരായിരുന്നു? E.K. ജാനകി അമ്മാൾ. E.K. ജാനകി അമ്മാൾ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ E.K. ജാനകി അമ്മാൾ. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യത്തെ വനിത ആരാണ്? കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് നഞ്ചിയമ്മയ്ക്കാണ്. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നഞ്ചിയമ്മ. കേരളത്തിലെ അറിയപ്പെടുന്ന നാടക സിനിമ പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നത്. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നത് നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പാണ്. പുണൈ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തത് ഏതു പേരിലാണ്? പുണൈ യൂണിവേഴ്സിറ്റി സാവിത്രിബായ് ഫുലെ പുണൈ യൂണിവേഴ്സിറ്റി എന്നാണ്. സാവിത്രിബായ് ഫുലെ പുണൈ യൂണിവേഴ്സിറ്റി. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സാമൂഹിക നേതാവ് ആര്? ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച സാമൂഹിക നേതാവ് ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവു ഫുലെ. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് ആര്? ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ളയാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത്? ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമൻ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ. കുറിച്യ കലാപത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? T.H. ബേബറാണ്. T.H. ബേബർ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ. കുറിച്യ കലാപത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് T.H. ബേബർ. കുറിച്യ കലാപം നടന്ന വർഷം. കുറിച്യ കലാപം 1812 കുറിച്യ കലാപം നടന്നത്. 1812. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത്? സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധു കാനു എന്നിവരാണ്. സിദ്ധു കാനു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലാണ്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. പ്ലാസി യുദ്ധം നടന്ന വർഷം. പ്ലാസി യുദ്ധം 1757 പ്ലാസി യുദ്ധം നടന്നത്. 1757. കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകളാണ്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്.
കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് കേരളത്തിനോട് കൂട്ടിച്ചേർത്തത്? കാസർഗോഡ്, ഹോസ്ദുർഗ്. കാസർഗോഡ്, ഹോസ്ദുർഗ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? 1.25 കോടി മലയാളികൾ. EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം? തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1-നാണ്. 1949 ജൂലൈ 1. അടുത്ത ചോദ്യം, മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത? മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്. AV കുട്ടിമാളു അമ്മ. എവിടെയാണ്? മലബാറിൽ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? പുന്നപ്ര വയലാർ സമരം 1946 1946. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേയൊരു മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ. 1930 കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖലയായിരുന്നത്? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാർ ആയിരുന്നു. മലബാർ. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്? കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് ആണ്. നെടുങ്ങാടി ബാങ്ക്. വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത്? വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണ്. അംശി നാരായണ പിള്ള. ചണ്ടാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യം രചിച്ചത് ആര്? ചണ്ടാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യം കുമാരനാശാനാണ്. കുമാരനാശാൻ. ജ്യോതി ശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമായ ജന്തർ മന്ദിർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം? ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമായ ജന്തർ മന്ദിർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2010 ആണ്. 2010. മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കാൾ മാർക്സ് ആണ്. കാൾ മാർക്സ്. മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കാൾ മാർക്സ്. പാട്ടസിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? പാട്ടസിദ്ധാന്തം ഡേവിഡ് റിക്കാർഡോ. പാട്ടസിദ്ധാന്തം ആവിഷ്കരിച്ചത് ഡേവിഡ് റിക്കാർഡോ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ? സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. അമർത്യ സെൻ. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ മികച്ച സംഭാവനകൾക്കാണ് 1998 നോബൽ സമ്മാനം ലഭിച്ചത്. അമർത്യ സെന്നിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1998 ആണ്. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ മികച്ച സംഭാവനകൾക്കാണ് പുരസ്കാരം ലഭിച്ചത്, നോബൽ സമ്മാനം ലഭിച്ചത്. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്
അഭിജിത്ത് വിനായക് ബാനർജി. അഭിജിത്ത് വിനായക് ബാനർജി. അടുത്ത ചോദ്യം, ഇപ്പോൾ പ്രചാരത്തിലുള്ള പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത്? ഇപ്പോൾ പ്രചാരത്തിലുള്ള പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത്? 118 മൂലകങ്ങളാണ്. 118. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയോഡിൻ 131. അയോഡിൻ 131. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വോൾട്ട് മീറ്റർ ആണ്. വോൾട്ട് മീറ്റർ. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് കൊബാൾട്ട് 60 ആണ്. കൊബാൾട്ട് 60. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് യുറേനിയം 235 ആണ്. യുറേനിയം 235. ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ. ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ നീൽസ് ബോർ ആണ്. നീൽസ് ബോർ. ഇലക്ട്രോൺ കണ്ടെത്തിയ പരീക്ഷണം. ഇലക്ട്രോൺ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെയാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെയാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. ജെ തോംസൺ. 1906 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? എന്ത് കണ്ടുപിടുത്തത്തിനാണ്? 1906 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തത്തിനാണ്. ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തത്തിന്. പ്രോട്ടോൺ കണ്ടെത്തിയത് പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക്. 44-ാം ഭേദഗതിയിലൂടെ എടുത്തു കളയപ്പെട്ട ഭരണഘടനാ അവകാശം ഏത്? 44-ാം ഭേദഗതിയിലൂടെ എടുത്തു കളയപ്പെട്ടത് സ്വത്തവകാശമാണ്. സ്വത്തവകാശം. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. നിയമപരമായ അവകാശം. 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് കീഴിൽ ഏത് പ്രായവിഭാഗമാണ് ഉൾപ്പെടുന്നത്? 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് കീഴിൽ വരുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. 6 മുതൽ 14 വയസ്സ് വരെ. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി ഏത് നിയമമാണ് നടപ്പിലാക്കിയത്? പോക്സോ നിയമം 2012. പോക്സോ നിയമം 2012. അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണ്? അർത്ഥശാസ്ത്രം കൗടില്യനാണ്. കൗടില്യൻ. അർത്ഥശാസ്ത്രം എഴുതിയത് കൗടില്യൻ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം. കോട്ടണോപോളിസ് മുംബൈയാണ്. മുംബൈ. സമ്പൂർണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. സമ്പൂർണമായിട്ട് സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കറുത്ത അയിര് എന്നറിയപ്പെടുന്നത്. കറുത്ത അയിര് മാഗ്നറ്റൈറ്റ് ആണ്. മാഗ്നറ്റൈറ്റ് ആണ് കറുത്ത അയിര് എന്ന് അറിയപ്പെടുന്നത്. ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നീ ഇരുമ്പുരുക്ക് ശാലകൾ നിലവിൽ വന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നീ ഇരുമ്പുരുക്ക് ശാലകൾ നിലവിൽ വന്നത് 2ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 2ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ സംസ്ഥാനം. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷ. മൗലിക അവകാശങ്ങളിൽ എന്തെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം ഏത് അനുച്ഛേദ പ്രകാരമാണ് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നത്? മൗലിക അവകാശങ്ങളിൽ എന്തെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം ഏത് അനുച്ഛേദ പ്രകാരമാണ് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നത്? അനുച്ഛേദം 32 പ്രകാരമാണ്. അനുച്ഛേദം 32. മൗലികാവകാശങ്ങളിൽ എന്തെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം ഏത് അനുച്ഛേദ പ്രകാരമാണ് ഹൈക്കോടതിയെ സമീപിക്കാവുന്നത്?
ഹൈക്കോടതിയെ അനുച്ഛേദം 226 പ്രകാരം. അനുച്ഛേദം 226. ഗോര, ഗീതാഞ്ജലി എന്നീ ബംഗാളി കൃതികൾ രചിച്ചത്. ഗോര, ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ. മറാത്തി കൃതിയായ നിബന്ധമാല രചിച്ചത് ആരാണ്? നിബന്ധമാല രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. മറാത്തി കൃതിയായ നിബന്ധമാല രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലാണ്? കർണാട്ടിക് യുദ്ധങ്ങൾ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുവാനിടയാക്കിയ സന്ധി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുവാനിടയാക്കിയ സന്ധി ശ്രീരംഗപട്ടണം സന്ധിയാണ്. ശ്രീരംഗപട്ടണം സന്ധി. മലബാർ. പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം. പഴശ്ശിരാജ 1805 നവംബർ 30. 1805 നവംബർ 30. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം. മലബാർ കുടിയായ്മ നിയമം 1929 ആണ്. 1929. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് 1865 1865. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ബായ്. ഗൗരി പാർവതി ബായ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. യോഗക്ഷേമ സഭ വി.ടി. ഭട്ടതിരിപ്പാട്. അവസാനത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ഗുരുവായൂർ സത്യാഗ്രഹം 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. 1931. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.